ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിംസിനായിട്ടുള്ള ഒരു കളക്റ്റീവായിട്ടുള്ള എനർജി ചാനലിംഗ് ആണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു എനർജി ട്വിൻ ഫ്ലെയിംസ് ഫീൽ ആവുന്നുണ്ട്. ഇതിൻ്റെ റീസൺസ് പലതാണ്. ഒന്ന് വന്നിട്ട് മെർക്കുറീൻ്റെ റെട്രോഗേറ്റ് പിന്നെയും സ്റ്റാർട്ടായി. ഇത് നവംബർ വരെ കാണും നമുക്ക്. അതല്ലാതെ സാറ്റർൻ്റെ റെട്രോഗേറ്റ് നടക്കുന്നു. പിന്നെ വന്നിട്ട് ലയൺസ് ഗേറ്റ് പോർട്ടൽ എന്ന് പറയും. ഓഗസ്റ്റ് 8 എന്ന് പറയുന്നത് അത് 26 ജൂലൈ തൊട്ട് ആ ഒരു പോർട്ടലിൻ്റെ ഗേറ്റ്സ് ഓപ്പൺ ആണ്. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫുൾ മൂണിൻ്റെ ഒരു സമയം അടുത്തു. അപ്പോൾ ഈ ഒരു സമയത്ത് ഇൻറ്റൻസ് ആയിട്ടുള്ള എനർജീസ് നമ്മളൊക്കെയും ഫീൽ ആവുന്നുണ്ട്. അതിൻ്റെ കളക്റ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് ഇത് പറയുന്നത്. പ്രോബബ്ലി ഈ ഒരു സമയമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺ സർഫേസിൽ വരുന്നു. ആൻഡ് ഷാഡോ വർക്ക് ചെയ്യാത്തവരല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന അത് കംപ്ലീറ്റ് ആവാത്തവരുടെ ഷാഡോ സെൽഫ് വെളിയിൽ വരുന്ന സമയം, സർഫേസിൽ വരുന്ന സമയമാണ്. ഷാഡോ സെൽഫ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, പെട്ടെന്ന് ഏതെങ്കിലും ഒരു റീസണ്, ഏതെങ്കിലും ഒരു കാര്യത്തിന് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ തോന്നുന്നുണ്ടായിരിക്കാം. അതിപ്പം ഡിവൈൻ ഫെമിനൈൻസിൻ്റെ ലൈഫിൽ നടന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ഇത് ഇവർ കാരണമാണ്. അവയർനെസ്സിലായിരിക്കാം, ഈ ഒരു ജേർണിയാണെന്നറിയാം. ഇതൊക്കെയും കാർമിക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഗോ ത്രൂ ആവുന്നതാണെന്ന് മനസ്സിലാക്കിയാലും പെട്ടെന്ന് ആ ഒരു ബ്ലെയിമിങ് എനർജിയിലേക്ക് വന്നിട്ടുണ്ടാവാം. കോ ഡിപ്പെൻഡൻസി, എക്സ്റ്റേണൽ വാലിഡേഷൻ, ഈ 3 കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് സർഫേസിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഇഷ്യൂസ് സർഫേസിൽ വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഷാഡോ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇഷ്യൂസ് ഇൻറ്റൻസ് ആയിട്ട് സർഫേസിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, അതിൻ്റെ കോർ റീസൺ ആ ഒരു ഇഷ്യൂ അല്ല. അതായത് പ്രോബബ്ലി ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ കൂടെ കടന്നുപോയ ആ ഒരു സിറ്റുവേഷനിലെ കോറിലേക്ക് നമ്മളെ കണക്ട് ചെയ്യുകയാണ്. അത് മേ ബി നമ്മളുടെയൊക്കെയും ഇന്നർ ചൈൽഡ് വൂൺസിൽ കിടക്കുന്ന ഏതെങ്കിലും കാര്യമാവാം, അതല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാവാം. ഇവിടെ ഇനി പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ഒത്തിരി ഡ്രീംസ് ഡൗൺലോഡ്സ് കിട്ടുന്നുണ്ടാവാം ഫെമിനൈൻ എനർജീസിന്. അതായത് ഈ ഡ്രീംസ് ആൻഡ് ഡൗൺലോഡ്സ് എന്ന് പറയുന്നത് നോവെയർ റിലേറ്റഡ് ആയിരിക്കാം. അതായത് നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ, ആൾക്കാർ വന്നിട്ടുണ്ടാവാം ഡ്രീംസിൽ, അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പാസ്റ്റ് ലൈഫുകൾ ഏതെങ്കിലും നമ്മൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള കാര്യങ്ങൾ, അത്രയും ഒരു പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡ്രീംസിലൂടെ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അതവിടെയൊക്കെ ഹീലിങ്ങിനായിട്ട് നമ്മളെ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക. ആ ഒരു കാര്യത്തെ എന്തുകൊണ്ടാണിത്, എന്താണിതെന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഇതിന് ഹീലിംഗ് എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെയും ഒരു മെഡിറ്റേഷനിലൊക്കെ ഇരുന്ന് നമ്മൾ ആ ഒരു ആൻസേഴ്സ് സീക്ക് ചെയ്യുമ്പോൾ അതിനുള്ള ആൻസേഴ്സ് കിട്ടുന്നതാണ്. അടുത്തായിട്ട് പറയാനുള്ളത് ഉറക്കം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർ ഇതിനെക്കുറിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടാവാം, പകലും രാത്രിയും എന്നില്ലാതെ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ലയൺസ് ഗേറ്റിൻ്റെ ആക്ടിവേഷൻ പറഞ്ഞു ഓൾറെഡി, പോർട്ടൽസ്. അതിൽ ഇൻ പെർട്ടിക്കുലറായിട്ട് ട്വിൻ ഫ്ലെയിംസിൽ സ്റ്റാർ സീഡ്സിന് ലൈറ്റ് ബോഡി ആക്ടിവേഷൻ്റെ ഒരു സമയമാണ്. അവർ ഏത് അവേക്കണിങ്ങിൽ ഏത് ഫേസിലാണെങ്കിലും, ഏത് ലെവൽ ഓഫ് ജേർണിയിലാണെങ്കിലും, അതായത് അവർ ഇനീഷ്യൽ അവേക്കണിങ്ങിലാണോ, അല്ലെങ്കിൽ നന്നായിട്ട് ബാലൻസ്ഡ് ആണോ, യൂണിയന് മുമ്പുള്ള ഇതാണോ ഒരു ഫേസാണോ, അല്ലെങ്കിൽ യൂണിയൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസാണോ, ഇതൊന്നും മാറ്ററല്ല. അവിടെ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ യൂണിവേഴ്സായിട്ട് ആ ഒരു റെസ്റ്റ് സോണിലേക്ക് ഫെമിനൈൻ എനർജീസിനെ ഇൻ പെർട്ടിക്കുലറായിട്ട് വേറെ ഓപ്ഷൻ ഇല്ലാതെ തള്ളിവിടുന്ന ഒരു സമയം. അപ്പോൾ ഒത്തിരി ഉറക്കം വരുന്നുണ്ട്. അതിപ്പം പകലൊക്കെയും ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ടെങ്കിൽ റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു ലൈറ്റ് ബോഡി ആക്ടിവേഷൻ നടക്കുമ്പം എനർജറ്റിക്കലി അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് ബോഡിക്ക് വേണമെങ്കിൽ അത് റെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ഫീലിംഗ് വരുന്നത്. ഇനി അടുത്തതായിട്ട് റെസ്റ്റ്ലെസ്നെസ് തോന്നാം നൈറ്റ് അവേഴ്സിൽ. പെട്ടെന്ന് ഉണരുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഡ്രീംസ് കാണുക, അല്ലെങ്കിൽ
ഒരു സഫ്രിക്കേഷനൊക്കെ തോന്നുന്നത് നാച്ചുറലാണ്. കാരണം നിങ്ങളുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജിയാണ്. ഒരുപക്ഷെ സെപ്പറേഷനിലുള്ളവരാണെങ്കിൽ മനസ്സിലാക്കുക, അവർക്കും അതായത് ഡിവൈൻ മസ്കുലൈനും ഇതൊരു ഇൻറ്റൻസ് പോർട്ടലാണ്. കാരണം കാർമിക് എനർജീസ് സർഫേസിൽ വരുന്ന ഒരു സമയമാണ്. ഇത്ര നാളും മാനേജ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളും യൂണിവേഴ്സായിട്ട് അവിടെ ചോയ്സ് എടുപ്പിക്കുന്ന ഒരു കാര്യം. അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഡിവൈൻ മസ്കുലൈൻസിന് അതൊരു പെയിൻഫുൾ എൻഡിങ്സിലേക്ക് സ്റ്റാർട്ടാവുന്ന ഒരു പോർട്ടലും കൂടെയാണിത്. അതായത് അവരുടെ ട്രൂത്ത് അല്ലാതെ അവർ ചൂസ് ചെയ്യുന്ന ഏതൊരു പാതയും യൂണിവേഴ്സായിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം, അത് സർഫേസിൽ കൊണ്ടുവരുന്ന ഒരു സമയം. സോ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവരുടെ കൗണ്ടർ പാർട്ടായ ഡിവൈൻ ഫെമിനൈൻ്റെ എനർജീസിൽ അവർക്ക് ഫീൽ ആവാൻ പറ്റുന്നതാണ്. ഈ ഒരു സമയം അവേക്കനിങ്ങിലേക്ക് വന്ന് പ്രോബബ്ലി ഒരു 1.5 വർഷത്തിനകമുള്ള ഡിവൈൻ ഫെമിനൈൻസിന് ലൈഫ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നുന്ന ഒരു സ്റ്റേജിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയി എന്നൊക്കെ തോന്നുന്ന ഒരു സമയമാവാം. എന്തൊക്കെയോ കാര്യങ്ങൾ, അതായത് ഈ യൂണിവേഴ്സ് മൊത്തം, ലോകം മൊത്തം എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ലോവർ വൈബ്രേഷനിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മനസ്സിലാക്കുക, ഈ ഒരു ജേർണിയിൽ ഒന്നും പെർമനൻ്റ് അല്ല. അതായത് നമ്മൾ ആ ലോവർ ഫേസിൽ പോകുന്നത് നമ്മളുടെ ലെസൺസ് പഠിച്ച് നമ്മളുടെ ഷാഡോ സെൽഫിനെ ഹീൽ ചെയ്തിട്ട് നമ്മളുടെ പവർ, അതായത് ആ ഒരു പവർഫുൾ വേർഷനിലേക്ക് വരാനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒന്ന് പോസ് എടുക്കുക. ബ്ലെയിം ചെയ്യാതിരിക്കുക, യൂണിവേഴ്സിനെ ബ്ലെയിം ചെയ്യാതിരിക്കുക, നമ്മളുടെ ചുറ്റുമുള്ളവരെ ബ്ലെയിം ചെയ്യാതിരിക്കുക. ഇത് പിന്നെയും ഒരു തരത്തിൽ പറഞ്ഞാൽ കർമ്മ കൂട്ടുകയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻറ്റൻസ് ഫേസിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ കാര്യം, കൂടുതൽ വെള്ളം കുടിക്കുക. അടുത്തതായിട്ട് പ്രോപ്പറായിട്ട് സെൽഫ് ലവിലേക്ക് വരിക. സെൽഫ് ലവ് ഇൻ ദ സെൻസ് ഒരു പ്രോപ്പർ ഡയറ്റിലേക്ക് വരിക. ടേക്ക് കെയർ ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. ഇതിൽ ചുറ്റും എന്തൊക്കെ നടന്നാലും ഇപ്പോൾ ഒന്നും ഇമോഷണലി എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള ഒരു ഇതിലേക്ക് വരിക. കാരണം ഇമോഷണലി ബാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഹീലാവേണ്ടതാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുക. അടുത്തായിട്ട് ഈ ഒരു സമയമെന്ന് പറയുന്നത്, കാരണം അടുത്തായിട്ട് ഫുൾ മൂൺ വരുന്നുണ്ട് നമുക്ക്. ഈ ഒരു കാലയളവെന്ന് പറയുന്നത് ഗ്രൗണ്ടിങ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട സമയമാണ്. കാരണം ഈ ഒരു എനർജീസിനെ ഗ്രൗണ്ട് ചെയ്താൽ മാത്രമേ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. നിങ്ങൾ എന്താണോ നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ നടക്കുന്നത് അത് മാനിഫെസ്റ്റ് ആവുന്ന സമയമാണ്. അപ്പോൾ ഈ എനർജീസിനെ ഗ്രൗണ്ട് ചെയ്ത് ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ എഗെയിൻ നിങ്ങളുടെ ലൈഫിലുള്ള ഓപ്പർച്യൂണിറ്റീസിലേക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് എത്തപ്പെടാൻ പറ്റും. ബേസിക്കലി പറഞ്ഞാൽ എത്തപ്പെടാനും അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് 3D റിയാലിറ്റിയിലേക്ക് നമുക്ക് ഗ്രൗണ്ട് ചെയ്യാനും പറ്റും. ആൻഡ് ഈ 88 പോർട്ടൽ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ പോർട്ടൽ എന്നാണ് അറിയപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ. ആൻഡ് ഓഗസ്റ്റ് 8 ഏറ്റവും കൂടുതൽ ഈ ഒരു എനർജിയുടെ ഒരു പോർട്ടലിൻ്റെ എഫക്റ്റുള്ള ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണെങ്കിലും 3D റിലേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് ആണെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. ഈ സമയത്ത് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ മാനിഫെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും ലെറ്റ് ഗോ ചെയ്യുക. കാരണം അവിടേക്ക് പിന്നെ അതാകുമോ ഇല്ലയോ എന്നുള്ള എനർജി കൊടുക്കുമ്പോഴാണ് പല കാര്യങ്ങളും, അതിപ്പം സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് അറിയാം, മാനിഫെസ്റ്റേഷനേക്കാളും അവരുടെ സോൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അത് മാത്രമായിരിക്കും അവരുടെ ലൈഫിൽ നടക്കുന്നത്. ഈവൻ ദോ ഈ ഒരു ടെക്നിക്സൊക്കെ ചോദിക്കുന്നവരോടായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് മാനിഫെസ്റ്റോ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എനർജിയിലേക്ക് അലൈൻഡായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് തീർച്ചയായിട്ടും വരുന്നതാണ്. കൂടുതൽ മെഡിറ്റേഷൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗൈഡഡ് മെഡിറ്റേഷൻസിനേക്കാളും സൈലൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ്, അതായത് ആ ഒരു ഇന്നർ വോയിസിലേക്ക് കണക്റ്റ് ആവാനുള്ള മെഡിറ്റേഷൻസ്. ജസ്റ്റ് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. സോ ഒത്തിരി തോട്ട്സ് വരും. ഇവിടെ അത്രയും നേരം ഞാൻ നോ തോട്ടിൽ പോകുന്നു എന്നൊക്കെ വിചാരിക്കുന്നവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, അവിടേക്ക് വരുന്ന ആ ഒരു ഡൗൺലോഡ്സിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനെ റെസിസ്റ്റ് ചെയ്യരുത്. കാരണം നിങ്ങളിലേക്ക് ആ സമയത്ത് വരുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ നിങ്ങളിലേക്ക് കണക്റ്റായി പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. സോ അതിനെ മനസ്സിലാക്കി അതിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ കാർമിക് അറ്റാച്ച്മെൻറ്റിലേക്ക് പോവാതിരിക്കുക.
ഈവൻ മെർക്കുറി റെട്രോഗ്രേഡ് നടക്കുന്നതുകൊണ്ട് തന്നെ ട്വിൻ ഫ്ലെയിംസിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ആവുമ്പോഴും വളരെ ശ്രദ്ധിച്ച് മാത്രം കമ്മ്യൂണിക്കേറ്റ് ആവുക, അതിവൻ നിങ്ങളുടെ കൗണ്ടർ പാർട്ടിനോടാണെങ്കിൽ പോലും. അപ്പോൾ ഇത്രയുമാണ് എനർജി അപ്ഡേറ്റ്. ഹെൽപ്ഫുള്ളാണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുള്ളാണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിന്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ്സ് റീഡിങ്സിന്, ടാരോ റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.